വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 54 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങൾ. സ്വദേശത്തു വന്ന് അവരുടെ സിനഗോഗിൽ പഠിപ്പിച്ചു. അവർ വിസ്മയഭരിതരായി ചോദിച്ചു, ഇവന് ഈ ജ്ഞാനവും ശക്തിയും എവിടെ നിന്ന്? ഇവൻ ആ തച്ചന്റെ മകനല്ലേ? മറിയമല്ലേ ഇവന്റെ അമ്മ? യാക്കോബ്, ജോസഫ്, ശിമയോൻ, യൂദാസ് എന്നിവരല്ലേ ഇവന്റെ സഹോദരന്മാർ? ഇവന്റെ സഹോദരിമാരെല്ലാം നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പിന്നെ ഇവൻ ഇതെല്ലാം എവിടെ നിന്ന്? ഓർമ്മിക്കുക, തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാളാണിന്ന്. റഷ്യൻ വിപ്ലവത്തിനു ശേഷം മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായി ആചരിക്കുന്നു. 1955 മെയ് 1-ാം തീയതി വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്ന തൊഴിലാളികളോട് 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നു. ഇനി മുതൽ എല്ലാ വർഷവും മെയ് 1-ാം തീയതി തൊഴിലാളിയായിരുന്ന വിശുദ്ധ ഔസേപ്പിതാവിന്റെ തിരുനാൾ ആചരിക്കും. അങ്ങനെ തിരുസഭയൊട്ടാകെ മെയ് ദിനത്തെ പൗത്രീകരിച്ചു. യേശുക്രിസ്തുവിന്റെ പ്രസംഗം കേട്ട ജന്മനാട്ടുകാർ അത്ഭുതപ്പെട്ടു പറഞ്ഞത്, ഇയാൾ ആ തച്ചന്റെ മകനല്ലേ എന്നാണ്. വളർത്തുപിതാവിനോടൊപ്പം മരപ്പണി ചെയ്താണ് ഈശോയും ഉപജീവനം കഴിച്ചത്. ആകയാൽ എല്ലാ തൊഴിലുകളും ശ്രേഷ്ഠമാണ്. ഈശോയുടെ വളർത്തുപിതാവായ യൗസേപ്പിതാവിനെ പോലെ വേറൊരു തൊഴിലാളിയിലും പരിശുദ്ധാത്മാവ് ഇത്ര അഗാധമായി പ്രവേശിച്ചിട്ടില്ല. യൗസേപ്പിതാവ് തൊഴിലിലും കുടുംബജീവിതത്തിലും ഈശോയോടുകൂടെ ജീവിച്ചതുപോലെ നമുക്കും കുടുംബജീവിതത്തിലും ജീവിത വഴിയിലും ഈശോയോടുകൂടെ ആയിരിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. സംശയത്തിൻ തിരകളുയരും ആഴിയിൽ പോലും വിശ്വാസത്തോണി തീർക്കും ആശാരിണി സ്വർഗതാതന്റെ നിഴലു നീയല്ലോ. താനേ താനേ താനേ
നിർമ്മല ഹൃദയവും